മുന്നണിമാറ്റ വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് കേരള കോൺഗ്രസ് എം. കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്ന വിധത്തിൽ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണ്. ഒഴിവാക്കാനാകാത്ത കാരണങ്ങളാൽ ഏതെങ്കിലും ഒരു പരിപാടിയിലുണ്ടായ അസാന്നിധ്യത്തെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രത്യേക അജണ്ടയെന്നും ജോസ് കെ മാണി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ജോസി ബാബു വിവരങ്ങൾ നൽകാനുണ്ട്. ജോസി, എന്താണ് ജോസ് കെ മാണി പറയുന്നത്? വർഷ, തിരുവനന്തപുരം പാളയത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സത്യഗ്രഹ സമരം, ആ സമരത്തിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം വാർത്തയായിരുന്നു. ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത് UDFിലേക്കുള്ള ജോസ് കെ മാണിയുടെ മടങ്ങിപ്പോക്കിന് തെളിവാണെന്ന തരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും പങ്കുവെക്കുകയും അത്തരത്തിൽ സജീവ ചർച്ചകൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിലൊരു വിശദീകരണവുമായി ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഓഫീസ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ാണ് ജോസ് കെ മാണിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. മുന്നണി മാറ്റ വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അസാന്നിധ്യം എന്നത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. അത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായതിനാൽ താൻ സ്ഥലത്തില്ലായിരുന്നതിനാലാണ് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. അത് LDF നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഒക്കെയും മുൻനിർത്തി മറ്റ് പാർട്ടി നേതാക്കളെ, MLA മാരെ, അതോടൊപ്പം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ചീഫ് വിപ്പ് ജയരാജ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഇതൊക്കെയും പക്ഷേ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പാർട്ടിയെ സമൂഹ മാധ്യമത്തിൽ തകർക്കാനും കരിവാരിത്തേക്കുവാനുമുള്ള പ്രത്യേക അജണ്ടയാണെന്ന് ഈ പ്രസ്താവനയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതേസമയം തന്നെ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ സമ്മർദ്ദമുണ്ടെന്ന തരത്തിലുള്ളൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. UDFിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളൊരു സമ്മർദ്ദം സഭാ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളൊരു സൂചനകളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണെന്ന് ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ചർച്ചയായത്. വർഷ.